ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളത്തിലാണ്. നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ പ്രൈസല ദൈവത്തിൻ്റെ തിരുവചനം വിശ്വാസ ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നത് നാം ഒരു കപ്പൽ യാത്രയിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ നാം വായിച്ചതായ തിരുവചന ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു: പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒന്ന്, കപ്പൽ ജീവിതത്തോട് ഉപമിച്ചിരിക്കുന്നതായ ക്രിസ്തീയ ജീവിതം, ഓട്ടക്കളത്തിൽ ഓടുന്നതിനോട് ഉപമിച്ചിരിക്കുന്നതായ ക്രിസ്തീയ ജീവിതം. വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെ പത്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത് പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്തതായ മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്തിൽ ക്ഷീണിച്ചു പോകുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ അനേകർ തങ്ങളുടെ വഴികളിൽ ക്ഷീണിച്ചു പോയവരായിട്ടും അനേകരും തങ്ങൾ ലക്ഷ്യം വെച്ചതായ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ പട്ടുപോയ അനേകരെ പറ്റി ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ചിലർ തങ്ങളുടെ ജീവിതത്തിൽ പ്രൈസല ദൈവം തങ്ങൾക്ക് കൊടുത്തതായ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ ആ വാഗ്ദത്ത നിവർത്തീകരണത്തിന് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരായിട്ടും ചിലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്: ദൈവജനത്തിന് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ദൈവജനം അല്ലെങ്കിൽ ലഭിച്ച ദൈവജനം ആ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. 24-ാം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, യഹോവയുടെ പർവ്വതത്തിൽ ആർ നിൽക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി അതിൻ്റെ താഴെ നാം കാണുന്നത് ഇപ്രകാരമാണ്: വെടിപ്പുള്ള കൈയുള്ളവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, കള്ളസത്യത്തിന് എന്ത് ചെയ്യാത്തവൻ, മനസ്സ് വെക്കാത്തവൻ, അവന് മാത്രമാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുവാനായിട്ട് കഴിയുന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നാം കാണുന്നത്. എബ്രായ ലേഖനക്കാരൻ പറയുകയാണ്, ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം എപ്രകാരം ഓടണമെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിനെ ലക്ഷ്യമാക്കി ഓടുവാൻ ദൈവജനത്തെ എബ്രായ ലേഖനക്കാരൻ പ്രബോധിപ്പിക്കുകയാണ്. ഇനിയും അതൊരു കപ്പൽ ജീവിതത്തോടാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ നമുക്കറിയാം, കപ്പൽ യാത്രയിൽ അവിടെ നാം ആയിരിക്കുന്ന, അങ്ങനെ കപ്പൽ യാത്രയിൽ ആയിരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾക്കും അവർക്കും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. എവിടെ, ഏതു തുറമുഖത്ത് എത്തിച്ചേരണമെന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവർ എന്ത് ചെയ്തു? 4 നങ്കൂരമിട്ടു നേരം വെളുപ്പാനായി ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: നാം ആരും പ്രീമച്യൂർ ഡെത്ത് പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ആരും വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കാതെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിയിരിക്കണം.
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒരുവനാണെങ്കിലും അനേകർ ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തെ പത്രത്തോട് ഉപമിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രൈസ് നാം ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്നുകൊണ്ട് പ്രൈസ് ദേശത്ത് രാജ്യത്ത് സഭകളില് പ്രൈസ് ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് വിഹരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്നോർക്കുക, നാം ആരും വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കാതെ ഈ ലോകത്തിൽ ഈ ആയുസ്സിൽ നാം പറ്റുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കണം. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ട് വരുമ്പോൾ പ്രൈസലോ ആ സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ 20-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ജനം മോശയോട് വെള്ളത്തിനു വേണ്ടി പിറുപിറുക്കുന്നതും മോശയോട് ദൈവാത്മാവ് അവിടെ ഇടപെടുകയാണ്. ദൈവം അവിടെ ഇടപെടുന്നത് എപ്രകാരമാണെന്ന് നാം കാണുന്നു. മോശയോട് പറയുന്നത് ഇപ്രകാരമാണ്, നീ പാറയോട് കൽപ്പിക്ക, അത് നിനക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞു. എന്നാൽ മോശ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് ആ പാറയെ അടിക്കുവാനായിട്ടിടയായി തീർന്നു. ആ പാറയെ അടിച്ചപ്പോൾ 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. എന്താണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? അവിടെ മോശയ്ക്ക് വിരോധമായി ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ദേശം ആ മോശയോട് ദൈവം ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തിലേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അവിടെ പറയുവാനായിട്ടിടയായിത്തീരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകത്തില്ല. മോശയോടും അഹരോനോടും ദൈവം ഇടപെടുകയാണ്. കാരണം നിങ്ങൾ പ്രൈസലോ ഞാൻ കൽപ്പിച്ചതിന് വിപരീതമായി എന്ത് ചെയ്തു? ഞാൻ കൽപ്പിച്ചതുപോലെയല്ല, നിങ്ങൾ എന്നെ അനുസരിച്ചില്ല, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കായിക കൊണ്ട് അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? ആ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയില്ല. മോശ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രീമച്യൂർഡ് ഡെത്താണ് പ്രാപിക്കുന്നത്. വാഗ്ദത്ത നിവർത്തീകരണം കാണുവാൻ കഴിയാതെ പ്രൈസലോ ആവർത്തന പുസ്തകം നാം പഠിക്കുമ്പോൾ അവൻ ആ ദേശം കണ്ടുകൊണ്ട് അതിരുകളെ കണ്ടുകൊണ്ട് ആ പിസ്ക കൊടുമുടിയിൽ വെച്ച് ദൈവവചനപ്രകാരം മരിച്ച് മാറ്റപ്പെടുന്ന ഒരു വ്യക്തി. ശ്രദ്ധിക്കണമേ, ദൈവം ഇസ്രായേലിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത്, ഞാൻ നിന്റെ മക്കളെ നിന്റെ തലമുറകൾക്ക് പ്രൈസ് ഹല്ലേലൂയ കൊടുക്കുമെന്ന് പറഞ്ഞ പാലും തേനും ഒഴുകുന്നതായ ദേശത്തേക്ക് മോശെ നീ കടക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നീ എൻ്റെ വാക്കനുസരിക്കുന്നവനായിരുന്നില്ല. ഞാൻ കൽപ്പിച്ചതല്ല നീ പ്രമാണിച്ചത്. അവിടെ ദൈവം ഇപ്രകാരമാണ് ദൈവം മോശയോട് ഇടപെട്ടത്. അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ച് ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ തന്നിൽ ഉണ്ടായതായ ആ വികാര വിക്ഷോഭത്തിൽ എന്ത് ചെയ്തു? പാറയെ അടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മോശയെ നാം കാണുന്നു. അതുകൊണ്ട് മോശയുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞത് അവൻ ഒരു പ്രീമച്യൂർഡ് ഡെത്ത് പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. കാരണം വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കാതെ അത് ദൂരത്ത് നിന്ന് കണ്ട് മരിക്കുവാനായി മോശ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവം ചെയ്ത വാഗ്ദത്ത നിവർത്തീകരണം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കും. ഇസ്രായേൽ മക്കൾക്ക് മോശയുടെയും അഹരോന്റെയും ജീവിതത്തിൽ മാത്രമല്ല, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും സംഭവിച്ചത് ഇതാണ്. പ്രൈസലോ സംഖ്യാപുസ്തകം തന്നെ അതിൻ്റെ 14-ാമതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ജനം 10 പ്രാവശ്യം ദൈവത്തെ പരീക്ഷിച്ചു.
സംഖ്യാപുസ്തകം 14:23 പറയുന്നത് 10 പ്രാവശ്യം ഈ ജനം എന്നെ പരീക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞാൻ നിന്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതായ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കത്തില്ല എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാമും ചിന്തിക്കേണ്ടത് ഇതാണ്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കാതെ ഒരു പ്രീമച്യൂർ ഡെത്ത് ആർക്കെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം അവർ ദൈവവചനത്തെ തൃണവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അവർ ദൈവിക ആലോചനയെ തൃണവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 14:23 പറയുന്നത് ഇപ്രകാരമാണ്, അവർ 10 പ്രാവശ്യം എന്നെ എന്ത് ചെയ്തു, ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. അവർ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചത് കൊണ്ട് ആരും അതിൽ കാൽ വെക്കുകയില്ല. നോക്കണമേ, എന്തുകൊണ്ടാണ് ഒരു പ്രീമച്യൂർ ഡെത്ത് വാഗ്ദത്തം പ്രാപിച്ച ദൈവജനത്തിന് സംഭവിക്കുന്നതെന്നറിയാമോ? പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ് വ്യക്തി ജീവിതങ്ങൾ. ദൈവമാണ് ആക്ച്വലി നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമുക്ക് പറ്റുന്നത് വാഗ്ദത്തം പ്രാപിച്ച ദൈവജനം ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ടിടയായി തീരുന്നു. ഇവിടെ പറയുന്നത് 1 അല്ല 2 അല്ല 10 പ്രാവശ്യം ഈ ജനം വലിയവനായ ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതൽ സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഈ 10 സംഭവങ്ങളെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 14:10 പുറപ്പാട് 14:10 മിസ്രൈമ്യ സൈന്യം അവരെ പിന്തുടരുന്നത് കണ്ട് അവർ ചെങ്കടലിൽ കരയിൽ വെച്ച് ദൈവത്തോടും മോശയോടും പിറുപിറുക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇവരെന്തിനു വേണ്ടിയാണ് ദൈവത്തോട് പിറുപിറുത്തതെന്നറിയാമോ? അവിടെ ദൈവത്തോട് പിറുപിറുക്കുന്നതിനായി കാരണം പറയുന്നത് ഇപ്രകാരമാണ്, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജനം ദുരാഗ്രഹികളായിട്ട് തീർന്നു. അവർ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയില്ല, ഇറച്ചി ആര് തരും? അവിടെ കരയുന്നത് എൻ്റെ ഭാഷയിൽ പറയുന്നത് അവരിപ്രകാരമാണ് പറയുന്നത്, വില കൂടാതെ തിന്നിട്ടുള്ളതായ മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, സൗജന്യ റേഷ്യനെ ഓർത്ത് കരഞ്ഞ് വിലപിച്ച ദൈവത്തോട് വിലപിക്കുന്നതും ദൈവത്തോട് പിറുപിറുക്കുന്നതായ ഒരു ദൈവജനം. ഒന്ന് ശത്രുവിനെ കണ്ട് ദൈവത്തോട് പിറുപിറുത്ത്, ഇതാ സൗജന്യമായി കിട്ടുന്നതായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൗജന്യ റേഷ്യനെ ഓർത്ത് പോലും വിലപിക്കുന്നതായ ഒരു ഇസ്രായേൽ ജനം. ഇതിനിടയ്ക്ക് അനേക സംഭവങ്ങളുണ്ട്. മാറയിൽ വെച്ചവർ ദൈവത്തോട് പിറുപിറുക്കുന്നു, ആഹാരത്തിനായി അവർ ദൈവത്തോട് പിറുപിറുക്കുന്നു. ഇങ്ങനെ 10 പ്രാവശ്യം ഈ ജനം ദൈവത്തെ എന്ത് ചെയ്യുവാനിടയായി തീർന്നു? പരീക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ വലിയവനായിരിക്കുന്ന ദൈവം പറയുകയാണ്, 10 പ്രാവശ്യം ഈ ജനം ദൈവത്തെ പരീക്ഷിച്ചത് കൊണ്ട് ഇവിടെ വലിയവനായ ദൈവം പറയുന്നു, ഞാൻ ഇവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത നിവർത്തീകരണം ഇവരിലൂടെ സംഭവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പലപ്പോഴും പ്രൈസലോ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതെ ആരെങ്കിലും ലോകം വിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കാതെ ദൈവത്തിൽ നിന്ന്, ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോകുന്നത് ഒരുപക്ഷേ പല പ്രശ്നങ്ങള്, പല പ്രതികൂലങ്ങള്, പല പ്രതിസന്ധികള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അറിയാതെ ദൈവത്തിന് വിരോധമായിട്ട്
പിറുപിറുക്കുന്നത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നാം അറിയാതെ ദൈവത്തെ പരീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇവിടെ ഈ ജനത്തെ എന്ത് ചെയ്തു? ദൈവം അവരോട് പറഞ്ഞു, ഞാൻ പ്രോമിസ് ചെയ്ത, ഞാൻ വാഗ്ദത്തം ചെയ്തതായ ആ വാഗ്ദത്ത ദേശം നിങ്ങൾ കാണത്തില്ല. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ആ ദേശം നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയമുള്ളവരെ, വാഗ്ദത്ത നിവൃത്തീകരണം പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി നമ്മൾ മാറരുത്. ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായി നമ്മൾ മാറരുത്. ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്നവരായി നാം മാറരുത്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ ദൈവത്തിന് വിരോധമായി തീരുമ്പോൾ, ദൈവസന്നിധിയിൽ പിറുപിറുപ്പിൻ്റെതായ അവസ്ഥ കടന്നു വരുമ്പോൾ ഓർക്കുക, പലപ്പോഴും നമ്മുടേതായ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ അത് തടസ്സമായി തീരുന്നതായിട്ട് നാം കാണുന്നു. മോശയുടെ ജീവിതത്തിൽ ഒരു പ്രീമച്യൂർ ഡെത്താണ് അവൻ പ്രാപിച്ചത്. ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ അവരും പ്രാപിച്ചത് നമുക്കറിയാം. മോശയും കാലേബും ഒഴിച്ച് പ്രൈസ് ബാക്കി ആർക്കും ആ വാഗ്ദത്ത ഭൂമിയിൽ കാല് ചവിട്ടുവാനായി കഴിഞ്ഞില്ല. കാരണം എന്താ? ദൈവത്തിനെതിരെ ഉള്ളതായ പിറുപിറുപ്പ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, വാഗ്ദത്ത നിവർത്തീകരണം നാം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തോട് പിറുപിറുക്കാതെ, നമ്മുടെ സാഹചര്യങ്ങൾ ഏതു തന്നെ ആയിരുന്നാലും ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ മുന്നോട്ട് പോകുന്നതായ ഒരവസ്ഥ നമുക്കുണ്ടാകണം. അടുത്തതായി വേറൊരു മനുഷ്യനെ നമുക്കറിയാം. പ്രൈസലോ ഹല്ലേലൂയ. വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കാതെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയ വേറൊരു വ്യക്തിയാണ് നാം കാണുന്നത്. പ്രൈസലോ ഹല്ലേലൂയ. ഉസ്സ തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് പ്രൈസലോ പെട്ടകം പ്രൈസലോ ഹല്ലേലൂയ അതിൻ്റെ സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ വഴിമധ്യേ വെച്ചിട്ട് നാം കാണുന്നത് ആ കാള വിരളുകുന്നതും ഉസ്സ പെട്ടകത്തെ പിടിക്കുവാനായിട്ട് പോകുന്നതും നാം കാണുന്നു. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം അവിടെ കാണുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ തൻ്റെ കൈ പെട്ടകത്തിലേക്ക് നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ പെട്ടകം അതിൻ്റെ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ആരാധന ഇസ്രയേലിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവിക തേജസ് ഇസ്രയേലിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചതായ ദാവീദും കൂട്ടരും കാണുന്നത് പെട്ടകം പ്രൈസ് ഹല്ലേലൂയ അവർ അതിൻ്റെ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോൾ ഇതാ അവിടെ കാള, അത് ചുമന്നുകൊണ്ടുവരുന്ന കാള വീഴുന്നതും ആ പെട്ടകത്തെ കയറി പിടിക്കുവാനായി ഉസ്സ പെട്ടകത്തിന് നേരെ കൈനീട്ടി അവനെ യഹോവ വാദിച്ച് അവൻ ഛേദിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, വലിയവനായിരിക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതാണ് പെട്ടകമെന്ന് പറയുന്നത്. ദ ആർക്ക് ഓഫ് കവനന്റ് എന്ന് പറയുന്നത് അത് ഇറ്റ് റെപ്രസെന്റേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പെട്ടകമെന്ന് മനസ്സിലാക്കുക. ആ പെട്ടകം പ്രൈസ് ഹല്ലേലൂയ ആ പെട്ടകത്തെ പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പെട്ടകത്തിനു നേരെ കൈ നീട്ടിയതായ യൂസയെ ദൈവം എന്ത് ചെയ്തു? ബാധിച്ച് അവൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ മരിച്ചു വീഴുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെതായ സാന്നിധ്യം അനുഭവിക്കുന്നവരെ, അതിനെ വൃഥാവാക്കി കളയരുത്. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറയുന്നത് യഹോവയുടെ സാന്നിധ്യത്തിന് തെളിവാണ്. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ പ്രൈസലോ റോമാ ലേഖനക്കാരൻ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. ഇനി നാം താങ്കൾക്കുള്ളവർക്കല്ല, ദൈവത്തിനുള്ളവരാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ, അതിനെ സൂക്ഷിക്കേണ്ടതായ കടമ നമുക്കുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. ഇവിടെ ഇതാ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പെട്ടകത്തെ കൈനീട്ടി പിടിക്കുകയാ. യഹോവ അവനെ ബാധിച്ചിട്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി എന്ന് രേഖപ്പെടുത്തുന്നു.
പലപ്പോഴും ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ നമ്മളിലൂടെ ഉണ്ടാകുമ്പോൾ, പലപ്പോഴും ദൈവ സാന്നിധ്യത്തെ നാം ചോദ്യം ചെയ്യുമ്പോൾ, പലപ്പോഴും ദൈവശക്തിയെ നാം ചോദ്യം ചെയ്യുമ്പോൾ, അത് പലരുടെയും പ്രീമച്യൂർ ഡെത്തിന് കാരണമായി തീരും. എന്തുകൊണ്ടെന്നറിയാമോ? വലിയവനായിരിക്കുന്ന ദൈവം, ഈ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവന് അവനൊരു മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. അവനൊരു മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. കാരണം അവൻ ഉന്നതനും ഉന്നതനും ഇതേ അത്യുന്നതനായിരിക്കുന്നവൻ, സർവശക്തനായിരിക്കുന്നവൻ. അവന്റെ പെട്ടകം യെരൂശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ കാളയല്ല, ഇനി എന്ത് വിരണ്ടെന്ന് പറഞ്ഞാലും പെട്ടകത്തിനൊരു കുഴപ്പം പറ്റത്തില്ല. പക്ഷെ പെട്ടകത്തിന് കുഴപ്പം പറ്റുമെന്ന് പറഞ്ഞ് അതിനെ പിടിക്കുന്നതിന് വേണ്ടി കൈനീട്ടിയ ഉസ അവിടെ മരിച്ചു വീഴുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത് പ്രകാരമാണ്. പലപ്പോഴും വാഗ്ദത്ത നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ നാം അരച്ച് ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതിന് കാരണമായി തീരുന്നത് എന്താണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നു ഒരു അനന്യാസും സഫീറയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാജം കാണിച്ചതുകൊണ്ട് അവർ മരണത്തിന് കീഴടങ്ങുവാനായിട്ടിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം, ആ അധ്യായം നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ 3 കാരണങ്ങൾ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നു. 5-ാം അധ്യായത്തിൽ 5-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നീ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ച് എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു നീ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പ്രവർത്തിച്ചു എന്നവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ അനന്യാസെ തുനിഞ്ഞതുകൊണ്ട് അവൻ മരണം പ്രാപിക്കേണ്ടതിനായിട്ട് ഇടയായി തീർന്നു. യെരൂശലേമിലെ സഭയിലെ വിശ്വാസിയാണ് അനന്യാസും സഫീറയും മറ്റുള്ളവരോടൊന്നിച്ച് നിന്ന് ദൈവപ്രവൃത്തി കണ്ടവരാണ്, അത്ഭുതങ്ങൾ അനുഭവിച്ചവരാണ്, വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആവോളം ജീവിതത്തിൽ ആസ്വദിച്ചവർ. എന്നാൽ ദൈവസന്നിധിയിൽ കാണിച്ചതായ വ്യാജം അതിനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെയുള്ള വ്യാജം. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു മനുഷ്യരോടല്ല നീ ദൈവത്തോടത്രേ വ്യാജം കാണിപ്പിച്ചത് എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് അവിടെ നാം കാണുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും പ്രീമച്യൂർ ഡെത്ത് പ്രാപിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിനെതിരെയുള്ളതായ വ്യാജമാണ്, ദൈവത്തിനെതിരെയുള്ളതായ പ്രവർത്തികളാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള വ്യാജമാണ്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ അകാല മരണം സംഭവിച്ച് പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള കാരണം ദൈവം അത് ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. 91-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ദീർഘായുസ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവന് തൃപ്തി വരുത്തുമെന്ന, എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കുമെന്ന അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ അതേ വേദപുസ്തകത്തിൽ പറയുന്നു വക്രതയും കോട്ടയുമുള്ള തലമുറയാ. ഹല്ലേലൂയ. വക്രത, വഞ്ചനയുള്ളവൻ ആയുസിൻ്റെ പകുതിയോളം എത്തത്തില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ ദൈവവചനം പറയുന്നത് നിനക്ക് ആയുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നൊരു ദൈവവചന സത്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെ നാം ഒന്ന് വിലയിരുത്തിക്കാട്ടെ. പലരും പ്രീമച്യൂർ ഡെത്തായി പ്രാപിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഹല്ലേലൂയ പലപ്പോഴും ദൈവത്തിന് വിരോധമായി, ദൈവവചനത്തിന് വിരോധമായി, പരിശുദ്ധാത്മാവിന് വിരോധമായി പലപ്പോഴും പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിൻ്റെ തിരുവചനം അതിന് തെളിവ് നൽകുന്നു.
സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ആയുസ് ദൈവത്തിന്റെ ദാനമാണ്, ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുക. ആയുസോടെ ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്ന് പറഞ്ഞ